അതായത് ഇപ്പോൾ വാഴോട്ടുവണം വാർഡ് കൗൺസിൽ സുഗതൻ വിയ്യൂർ ജയിലിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തിന് പോലീസ് പരോളിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കൗൺസിലിൽ ഹാജരാകാനുള്ള ഒരു അനുമതി ചോദിച്ചിരുന്നു. നിയമത്തിൽ ചോദിക്കാം, കാപ്പ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന് ചോദിക്കാം. ഈ കൗൺസിൽ കൂടി ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും എന്ന ആശങ്കയും അദ്ദേഹം അതിൽ പ്രകടിപ്പിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കൗൺസിലിൽ ഹാജരാകാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നിരസിച്ചു. അതേ സർക്കുലറിൽ തന്നെ അദ്ദേഹം ജയിലിലായ കിടക്കുന്ന കാലയളവിൽ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാവുന്നതാണെന്നും ആ അപേക്ഷ കൗൺസിൽ വോട്ടിനിട്ട് പാസ്സാക്കുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്നുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്തത്. 20/7/2026 ആ സർക്കുലർ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ വെളിച്ചത്തിലും മുനിസിപ്പൽ ആക്ട്, കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളും, അതിൽ 91K സെക്ഷൻ 91K ആ ചട്ടത്തിൻ്റെ പിൻബലത്തിലുമാണ് വാഴോട്ടുവണം വാർഡ് കൗൺസിലർ സുഗതൻ സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇന്നത്തെ കൗൺസിൽ യോഗം പാസ്സാക്കിയത്. അപേക്ഷ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഭരണപക്ഷത്തെ കൗൺസിലർമാരും പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷും സുഗതൻ്റെ അപേക്ഷയെ പിന്തുണച്ചു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ രേഖപ്പെടുത്തിയപ്പോൾ 51 പേർ സുഗതൻ്റെ അപേക്ഷയെ പിന്തുണച്ചിട്ടുണ്ട്. 101 അംഗ കൗൺസിൽ 51 പേർ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷത്തിലാണ് ആ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ 6 മാസത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. അത് നിയമപരമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലറുമുണ്ട്. ആ സർക്കുലർ മീഡിയ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, എല്ലാവർക്കും അതിൽ നിന്ന് ലഭിക്കും. ഈ സർക്കുലറോടെ 2 തവണ വായിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷാംഗങ്ങൾ അത് വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ സർക്കുലർ ഇട്ടിട്ടുണ്ട്. മുനിസിപ്പൽ ചട്ടത്തിൽ എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷനാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ വോട്ടെടുപ്പ് വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അപേക്ഷയെ അനുകൂലിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോഴേക്കും 50 പേർ കൈ ഉയർത്തിയായിട്ട് കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ ഉണ്ടായി. കാരണം മേയർ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് 101 കൗൺസിലർമാരിലെയും അവരുടെ അംഗത്വം സംരക്ഷിക്കാൻ വേണ്ടി ഈ 5 വർഷവും എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അംഗത്തിൻ്റെ അംഗത്വം സംരക്ഷിക്കേണ്ടത് മേയറുടെ കൂടി ഉത്തരവാദിത്തമാണ്. വന്നില്ലല്ലോ. അല്ല, മേയറുടെ വോട്ട് കൂടി രേഖപ്പെടുത്തി ഉൾപ്പെടെ മേയർ കൂടി വോട്ട് രേഖപ്പെടുത്തി. അല്ല, മുനിസിപ്പൽ ആക്ടിൻ്റെ ബലത്തിലാണ് എല്ലാം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ അതിനൊരു പിൻബലമായിട്ടുണ്ട്. കാര്യം ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് ലൈൻ. സുരക്ഷിതമായിരിക്കുന്നു, താങ്കൾ അയോഗ്യനാക്കപ്പെടുകയില്ല. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ സർക്കുലറാണ്. അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയായിട്ട് എടുക്കാം. ഒരു സർക്കുലറാണ്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ഈ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അദ്ദേഹത്തിന് ഹാജരാവാൻ സാധിക്കില്ല. അതിനുള്ള അനുവാദം നൽകണം എന്നുള്ളത്. അത് അദ്ദേഹം എഴുതി വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് കൊടുക്കുകയും വിയ്യൂർ ജയിൽ സൂപ്രണ്ട് പ്രോപ്പർ ചാനലിലൂടെ ജയിലിലെ രജിസ്റ്റർ രേഖപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തപാലിൽ അയച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനെ തപാലിൽ രേഖപ്പെടുത്തി സ്വീകരിച്ചാണ് മേയർക്ക് ഇന്ന് കൈമാറിയത്.